ശ്രീ മഹേഷ് പണിക്കർ, തെളിവ് തന്നെയായിട്ട് വേണം. അതുകൊണ്ട് തന്നെ അങ്ങേക്ക് ഇതിൻ്റെ ഈ പണിയിലെ കൃത്രിമത്വം എങ്ങനെയായിരുന്നു എന്ന് നടന്നൊക്കെ അങ്ങ് പറഞ്ഞു, അതിൻ്റെ സാധ്യതകൾ. യഥാർത്ഥത്തിൽ ഈ തൊണ്ടി മുതൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട സ്വർണം നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ കേരളം കണ്ട ഏറ്റവും നീചനായ ഒരു ക്രിമിനലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. അവൻ്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കാലാകാലങ്ങളുള്ള രാഷ്ട്രീയക്കാരെയും ഭരണാധികാരികളെയും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ പൊതുസമൂഹത്തിലോ ഒക്കെ വലിയ വലിയ ആൾക്കാരെയൊക്കെ സ്വാധീനിച്ച് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ബ്രാൻഡിങ് ഒക്കെ ഉണ്ടാക്കി വളരെ പ്ലാൻഡായിട്ട് അവൻ അങ്ങേർക്കറിയാം ഇതെവിടെ വന്നത്. അകലെ പിടിച്ചാലും ഇടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് 10 മിനിറ്റ് കൊണ്ട് സാധനം കിട്ടും. ഈ പറഞ്ഞ പഴയ പല പോലീസുകാർ, ഇടിയൻ പോലീസുകാരൊക്കെ ഉണ്ട്, അവരുടെ കയ്യിലോട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങോട്ട് കൊടുത്താൽ 15 മിനിറ്റ് കൊണ്ട് കേസ് തെളിയും. അങ്ങനെയാണ് വേണ്ടത്. അയ്യപ്പൻ അങ്ങനെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത്. കാര്യം അല്ലാതെ ഇവനെയൊക്കെ നമ്മളിങ്ങനെ വിധി ചെയ്തിട്ട് താങ്ങി ഇവരുടെയൊക്കെ ഇതും പോകേണ്ട കാര്യമല്ല. ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. ഒരുപാട് പേരെ നിരപരാധികളെ തെറ്റിദ്ധരിക്കുന്ന പേരിലും അല്ലെങ്കിൽ കുറ്റവാളികളെ രക്ഷിക്കുന്ന പേരിലും ഒക്കെ അയാൾക്കറിയാം. അയാൾ അതിന് ഉത്തരം പറയേണ്ട ആൾ. അത് SIT കണ്ടെത്തുമെന്നാണ് എൻ്റെ വിശ്വാസം.